അനിയത്തിപ്രാവ് കണ്ടെന്നു മുതൽ ഞാൻ മനസ്സിലാലോചിച്ചതാ, മിനിയെപ്പോലെ എനിക്കും ഒരു പെണ്ണ്. അതെന്തുകൊണ്ട് അവളായിക്കൂടാ? ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം. കറുകനാമ്പിലും മധുകണം, കവിത എന്നിലും നിറകുടം. അറിയുകില്ല. അവൾ 6ാം ക്ലാസ്സിൽ, ഞാൻ 9ാം ക്ലാസ്സിൽ. 7, 8, 9, ഒരു കൊല്ലം പൊട്ടിത്തൂട്ടിയാ 10 മതി. 4 വയസ്സ് വ്യത്യാസം മതി കല്യാണം കഴിയാൻ. ഞാൻ എഴുതിയ വരികളിലൂടെ അവളിൽ തന്നെ വായിച്ചറിയും. ഇത്തിരി പേടിയുണ്ടെങ്കിലും അവളോടുള്ള ഒത്തിരി സ്നേഹം എനിക്ക് ധൈര്യം തരുന്നു. പുണ്യാള കാത്തോളേ. ഒരുപാട് കാലമായി മെഴുതിരി കത്തിച്ചും നേർച്ചയിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു. വേറൊന്നുമല്ലല്ലോ, ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ജീവിതം കിട്ടുന്ന കാര്യമല്ലേ. ജീവിതം കൊടുക്കാൻ ഞാൻ റെഡിയാ. പെൺകുട്ടീനാണ് കിട്ടാത്തത്. ഒളിമ്പിക്സിൽ ഉസൈൻ ബോൾട്ട് പോകുന്ന മാതിരി പ്രായം കടന്നു പോകുന്നത്. 28 കഴിഞ്ഞു. തലയിലെ മുട്ടിയില്ല, കഷണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് വരുന്ന ആലോചനകളെല്ലാം മുടങ്ങാ. ആരോടെ ഞാൻ അതെല്ലാം പറയണേ? മുടിയുടെ കാര്യത്തിൽ നമ്മളെല്ലാം തുല്യതരാണെന്ന് എനിക്കറിയാം. മുടിയൊക്കെ പോയി കഷണ്ടിയായിട്ട് പെണ്ണ് കിട്ടാഞ്ഞിട്ടാണോ പുണ്യാൾ സെമിനാരിൽ ചേർന്ന അച്ഛനായി പിന്നെ പുണ്യാളനായത്? ഞാൻ ചുമ്മാ പറഞ്ഞാട്ടോ, എനിക്കറിഞ്ഞൂടെ പുണ്യാളനാന്ന്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഇന്നൊരു പെണ്ണാണാൻ പോകുന്നുണ്ട്. ഇതെങ്കിലും അപ്പൊ ശരി. കാണാൻ ലുക്കൊക്കെ തന്നെയാണ്, പക്ഷേ മുട്ടിയാണ് സീൻ. അമ്മേ, ആ അമ്മേ, ഞാൻ പറയാറില്ലേ ഇതെൻ്റെ അവിടെ വർക്ക് ചെയ്യുന്ന സോളമൻ. മോന്റെ വീട് എവിടെയാ? അമ്മ ഞങ്ങൾ ചെറുപ്പം മുതൽ ഇവിടെയായിരുന്നു. അപ്പച്ചൻ മരിച്ചപ്പോൾ അമ്മയുടെ അടുത്തേക്ക് പോയി. ഇപ്പൊ ടൗണിന്റെ അടുത്താണ് താമസിക്കുന്നത്. ഓ, ചേട്ടൻ പെണ്ണ് കാണാൻ പോലെ ആ ഹെൽമെറ്റ് എടുത്ത് ബൈക്കിലല്ലേ പോണേ? അവൾക്ക് ഞാൻ ബൈക്കിൽ പോകുന്നത് ഭയങ്കര പേടിയാ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? എന്നെ ഭയങ്കര സ്നേഹമാണ്. വേറൊന്നും കൊണ്ടല്ല, കാറ്റടിച്ചിട്ട് തലയിലുള്ള മുടി കൂടി പോണ്ടാന്ന് ചേട്ടാ. പോവാ ഏട്ടനെ നോണം കിടത്താനൊരു സന്തതി. ഓ,
നമസ്കാരം ചേട്ടാ. അകത്തേക്ക് ഇരിക്കാം, വരൂ. ആ ഇരിക്കി. ഇതാണ് മോള്. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു. ഇതിലാര ചെക്കൻ? ഇതാടാ ചക്കൻ. ചേട്ടാ ചേട്ടനാരെന്തോ ബുൾസ പോലെ ഇരിക്കണേ? നീ കണ്ടില്ലേ ഇന്ന് വീണ് പൊട്ടി ചായ ക്ലാസ് മാതിരി ഞാൻ കണ്ട 7 ആലോചനകളിൽ 6 പൊട്ടി. അപ്പൊ ബാക്കി പറഞ്ഞു. അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. അതെന്ത് പറ്റിയാ? അവൾക്ക് കണ്ണില്ലായിരുന്നറാ. ഓ, അല്ലെങ്കിൽ ആ പെണ്ണ് വേണ്ടെന്ന് വെച്ചാനല്ലേ. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കളിയാ. ഓ, ഇതൊരു മാതിരി കോത്തിൽ കുരുവെന്ന അവസ്ഥയായി പോയല്ലോ. ആ, ഇരിക്കാനും പറ്റില്ല, കിടക്കാനും പറ്റില്ല. കല്യാണം കഴിക്കാതെ ഇങ്ങനെ നിൽക്കണ്ടേ? വാ, നമുക്ക് ഓരോന്ന് പോച്ചിട്ട് വരാം. എത്ര നാളായി ഞാൻ നിന്നോട് സാധനം ചോദിക്കണേ? എത്ര നാളായി ഒന്നും തരാൻ പാടില്ല നിനക്ക്. നിനക്കൊന്നും അറിയാത്ത പോലെ. എടി എനിക്കൊരു കിസ് ആൻഡ് കൃഷി ദൈവല്ലേ. നല്ല പരിപാടിയല്ലേ? നല്ല പരിപാടി. പണ്ടറക്കങ്ങളുടെ സമയം മോള് പറയടി. നീ ഇടി താടി. പിന്നെ ആരും അറിയാൻ പോലെ ഞാനും നീ മാത്രമേ. നിനക്ക് വേണ്ടേ? വേണ്ട. എന്നാ ഞാൻ എൻ്റെ മോക്കൊരു സാധനം തെറ്റേ. ഞാൻ തരാന്ന്. ഉമ്മയ്ക്കും പാപ്പയ്ക്കും സുഖം. ആകാശവാണിക്കായിരിക്കും അല്ലേ? മോകം ഒരുമാതിരി പൂച്ച കൂശിയിട്ട അവസ്ഥ. നിനക്ക് ഇതുപോലെ പെങ്കൊച്ചിനെ പ്രേമിച്ചു കിട്ടിക്കൂടെ? അതൊന്നും വേണ്ട. എനിക്ക് 3 പെങ്ങന്മാരാ. അതിൽ 2 പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞു. ഇനിയൊരാൾ കൂടി. എനിക്കതല്ലേ വലിയ സന്തോഷം. എനിക്കത് മതി. പിന്നെ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അതെല്ലാം കുട്ടിക്കാലത്ത് ഓരോ കൊച്ചു കൊച്ചു തമാശകൾ. ആ, നിന്റെ തല മത്സരം നിനക്ക് നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടൂടാ. ഞാനടാ. നീയേ? എടാ, നിനക്ക് സുഖല്ലേ? ആ, പിന്നെ എന്റെ കല്യാണാണ്. നീ എന്തായാലും വരണം. അമ്മ എന്തായാലും വരിക. കുടുംബസമേതം വരണം കേട്ടാ. അമ്മയും മകനും പരസ്പരം നോക്കുന്നു. അമ്മയുടെ വേദന മകന്റെ ഹൃദയം തകർക്കുന്നു. പിതാവേ, കഴിയുമെങ്കിൽ പാനപാത്രം ഒന്ന് മാറ്റി തന്നൂടെ? അപ്പൊ എന്തായാലും വരണം. കയറാൻ സമയമില്ല. അപ്പൊ പോട്ടെ. കല്യാണം ഒന്നും ആയില്ല അല്ലേ? കാര്യം കുരങ്ങനെ കരിയോയിലടിച്ച മാതിരി ഇരിക്കുന്നു. എന്നിട്ട് അവനും പെണ്ണ് കിട്ടി, എനിക്ക് മാത്രം. മോൻ വിഷമിക്കണ്ടാ. മോനുള്ള പെണ്ണിനെ ദൈവം എവിടെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? കണ്ടുവച്ചിട്ടുണ്ടാവും. പക്ഷേ ചേട്ടൻ പോകാതെ ഇപ്പൊ പെണ്ണ് വേറെ എല്ലാവരെയും കൂടെ പോയിന്റ് ആവും.
അതോടുകൂടി നാട്ടുകാർക്ക് പെട്ടത്തലുള്ള കൺസെപ്റ്റ് അങ്ങ് മാറും. എങ്ങനെയുണ്ട് ജോണ സാധനം? കാലയുണ്ട്. ഡാ ഇത് നമ്മുടെ തെങ്ങുകറമ്പുള്ള ശങ്കരന്റെ മകനല്ലേ? ഇത്ര വേഗം ചത്തോ? നല്ല പയ്യനായിരുന്നു. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നളിയാ. എന്താടാ? മാവേലി ഓട്ടർഷ വിളിച്ചാൽ പോലും വരില്ലാത്ത ഓണം കയറാമല്ല നമ്മളിതൊക്കെ ചെയ്യണേ. എന്നാലും എൻ്റെ ശങ്കരൻ്റെ മോനെ. മച്ചാൻ്റെ എനിക്കും പ്രായം കൂടുതലേ. വീട്ടിൽ ഭയങ്കര നിർബന്ധം കല്യാണം കഴിക്കുന്നു പറഞ്ഞു. അടുത്ത ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോകുന്നവർക്ക് ഇരിപ്പുണ്ട്. മച്ചാൻ്റെ കൂടെ വരുന്നുണ്ട്. അതിനെന്താടാ, ഞാൻ വരാം. ഓക്കെ മച്ചാനെ. ആ അങ്ങനെ ഇവനും പെണ്ണ് കിട്ടി. എനിക്കുള്ള പെണ്ണിന് എവിടെയാണ് അവളെ കൊണ്ടുവച്ചാണ് എൻ്റെ പുണ്യാളാ. ആ മക്കളെ കേറി വാ. മോളി നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കാണ്. അടുത്തൊരു ആസ്പത്രിയിൽ വർക്ക് ചെയ്യാണ്. എല്ലാം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. വരുന്ന ഒഴിക്കും പറഞ്ഞിരുന്നു. മോളെ ഞാനല്ലോ ചെറുക്കന് ഇതാണ്. ആദ്യമായിട്ടായിരിക്കും സ്വന്തം പെങ്ങളെ പെണ്ണ് കാണാൻ വന്നൊരു ആങ്ങളയുടെ അവസ്ഥ. നീ എന്താടേ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ലേ? അതേടാ, ഇതെന്റെ പെങ്ങളും ഇതെന്റെ കുടുംബമാണ്. നീ ഒന്ന് തെളിച്ചു പറഞ്ഞേ, എനിക്കൊന്നും മനസ്സിലാവണില്ലേ. ഞാൻ ആലോചിച്ചപ്പോൾ നിന്നേക്കാൾ നല്ലൊരു ചെക്കനെ എങ്ങനെയാണ് എൻ്റെ പെങ്ങൾക്ക് കൊടുക്കുക? നിന്നേക്കാൾ നല്ലൊരു മരുമോൻ എൻ്റെ അമ്മയ്ക്ക് കിട്ടൂ. അതിലുപരി നിന്നേക്കാൾ നല്ലൊരു അളിയനെ എനിക്ക് കിട്ടൂടാ. ഇനി മുതൽ ഇവർ രണ്ടല്ല, ഒരു ശരീരമാകുന്നു. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പെങ്ങളെ കെട്ടിയ ശ്രീധനത്തുക തരുമോ അള്ളിയ? അള്ളിയാ ആരാ അത്?